ഹലോ വേണി, അഞ്ജുവാണ്. താൻ തിരക്കിലാണോ? അല്ലല്ലോ അഞ്ജു, എന്തേ? അത് വേണി, ക്യാബിൻ വരെ ഒന്ന് വരാമോ? കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. ആ ഓക്കെ, ഞാൻ വരാം. അതും പറഞ്ഞ് വേണി ഫോൺ കട്ട് ചെയ്തു. അഞ്ജു അവളെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ഒളിഞ്ഞു നോക്കിയിട്ടാണ് കൊഞ്ചു പോയേക്കുന്നത്. എന്തിനാണാവോ ഇപ്പൊ വിളിക്കുന്നേ? വേണി സ്വയം പറഞ്ഞുകൊണ്ട് അഞ്ജുവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. വേണി, ഇരിക്കടോ. മുന്നിലെ ചെയറിലേക്ക് കാണിച്ച് അഞ്ജു പറഞ്ഞു. വേണി അവിടേക്കിരുന്നു. എന്താ അഞ്ജു, എന്ത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എടോ, അത് താൻ അറിഞ്ഞോ എന്നറിയില്ല. ഇപ്പോൾ ഓഫീസിലൊരു ടോക്കുണ്ട് തന്നെ പറ്റി. എന്നെ പറ്റിയോ? എന്താ അത്? വേണി ആകാംക്ഷയോട് ചോദിച്ചു. അത് താനും കണ്ണനും തമ്മി എന്തോ ബന്ധം, ഐ മീൻ ലവ് അഫെയർ ഏതാണ്ടെന്ന് ഇവിടെ പലരുടെയും സംസാരം. അവർക്ക് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ അവർ സത്യമാണ് പറയുന്നത് തെളിയിക്കാനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതും പറഞ്ഞ് അഞ്ജു തൻ്റെ ഫോണിൽ അവരുടെ ഫോട്ടോ അവളെ കാണിച്ചു. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലേ ഉള്ളൂ. വേണി പേടിക്കണ്ട, ഞാൻ ആർക്കും ഇത് അയക്കില്ല. വേണിയുടെ ഭാവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഉള്ളിൽ ചിരിച്ച് അവൾ പറഞ്ഞു. എന്നാൽ വേണിയുടെ മുഖത്ത് താൻ പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു പേടിഭാവം വരുന്നില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചു. വേണി ഒരു പുഞ്ചിരിയോടെ ആ ഫോട്ടോ നോക്കി. എന്നിട്ട് അതേ ചിരിയോടെ അഞ്ജുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി അത്ര പോരല്ലോ അഞ്ജു. എന്നാലും ഫോട്ടോഗ്രാഫി നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ, ഞാൻ എൻ്റെ നമ്പർ തരാം. അല്ലെങ്കിൽ കണ്ണേട്ടൻ്റെ നമ്പർ കാണുമല്ലോ കയ്യിൽ, അതിലേക്ക് ഈ പെക്ക് ഒന്ന് അയച്ചേക്ക്. ഞങ്ങളുടെ കല്യാണത്തിനപ്പോൾ വേറെ ഫോട്ടോഗ്രാഫറെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അഞ്ജു തന്നെ മതിയല്ലോ. ഞാനെന്നാ പോട്ടെ, കണ്ണേട്ടൻ തിരക്കും. അതും പറഞ്ഞ് വേണി തിരികെ നടന്നു. ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ് അല്ലേ കൊഞ്ചു? ഇപ്പൊ പേടിക്കാം ഞാൻ, നോക്കിയിരുന്നോ നീ? വേണി മനസ്സിൽ പറഞ്ഞു. ഒന്നുകൂടെ അഞ്ജുവിനെ തിരിഞ്ഞു നോക്കി. അവൾ കേട്ടതിൻ്റെയൊക്കെ ഷോക്കിൽ അതേ നിൽപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. വേണിക്ക് ആ നിൽപ്പ് കണ്ട് പൊട്ടിച്ചിരിക്കാൻ തോന്നി. വൈകുന്നേരം അവർ രണ്ടാളും ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. കൊഞ്ചു ഫോട്ടോ കാണിച്ച കാര്യം ഇപ്പോഴേ കണ്ണനോട് പറയണ്ട എന്ന് അവൾ തീരുമാനിച്ചു. സന്ധ്യയായപ്പോൾ കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം വേണി ഡാൻസ് പ്രാക്ടീസിലേക്ക് കടന്നു. മുകളിൽ കണ്ണൻ്റെ മുറിയോട് ചേർന്ന് വിശാലമായ ഒരു ബാൽക്കണി ഉണ്ട്. അവിടെയാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണി തിരഞ്ഞെടുത്തത്. അവൾ ഫോണിൽ പാട്ട് വെച്ച് മതിമറന്ന് നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. വല്ലാത്തൊരു ആവേശത്തോടെയാണ് വേണി അന്നും ഇന്നും നൃത്തം ചെയ്തിട്ടുള്ളത്. തന്നെ മറന്ന്, ചുറ്റുള്ളതിനൊക്കെ മറന്ന് നൃത്തത്തിൽ മാത്രം ലയിച്ചൊരു മയൂര കണക്കെ ചുവടുകൾ വയ്ക്കുന്ന വേണിയെ കണ്ണുകളിൽ പ്രണയവും കൗതുകവും നിറച്ച് കണ്ണൻ നോക്കി നിന്നു. പെട്ടെന്ന് പാട്ട് നിന്നപ്പോഴാണ് വേണി തൻ്റെ ചുവടുകൾ നിർത്തി ചുറ്റും നോക്കിയത്. അപ്പോഴാണ് തന്നെ നോക്കി കയ്യിൽ മൊബൈൽ പിടിച്ചു നിൽക്കുന്ന കണ്ണനെ കാണുന്നത്. അവനാണ് പാട്ട് നിർത്തിയത് എന്ന് കണ്ടപ്പോൾ അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അവൻ ഫോൺ അവിടെ മാറ്റിവെച്ച് അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു വന്നു. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന പ്രണയഭാവം അവളുടെ മനസ്സിനെ തളർത്താൻ തുടങ്ങി. ഭിത്തിയിൽ തട്ടി നിന്നപ്പോഴാണ് താൻ ഇത്രയും നേരം പുറകിലേക്ക് നടക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്. അവിടെയുള്ള അരണ്ട വെളിച്ചത്തിലും അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമാണ് വേണി ഓർത്തു. നൃത്തം ചെയ്തതിൻ്റെ ബാക്കിയെന്നോണം മുഖത്തും കഴുത്തിലുമായി വിയർപ്പ് തുള്ളികളുമായി നിൽക്കുന്ന വേണിയെ കാണും തോറും തനിക്ക് സ്വയം നിയന്ത്രിക്കാനാവുന്നില്ലെന്ന കാര്യം കണ്ണൻ അറിഞ്ഞു. എങ്കിലും അത് മനസ്സാൽ ഉൾക്കൊള്ളാതെ അവൻ അവളെ തന്നിലേക്ക് ചേർത്തു. അവൻ്റെ ചുടുനിശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ തൻ്റെ ഹൃദയം ക്രമാതീതമായി വേഗം മിഴിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. പിഴക്കുന്ന മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന വേണിയെ കണ്ണൻ നോക്കി നിന്നു. പയ്യെ അവളുടെ കവളിൽ നിന്നും ചെവിയിലേക്ക് ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ പാടുന്ന പാട്ടിന് ചുവട് വയ്ക്കാനല്ലേ എൻ്റെ പെണ്ണിനിഷ്ടം. ചെവിയിൽ അവൻ്റെ ശ്വാസം തട്ടിയപ്പോൾ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. അവൻ്റെ ഷർട്ടിലേക്ക് കൈമുറുക്കി. വിയർപ്പ് കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ മുടിയിഴകളെ കണ്ണൻ കൈകൊണ്ട് തഴുകി. അവളുടെ വലതു കഴുത്തിലായി തെളിഞ്ഞു നിൽക്കുന്ന അവനേറെ പ്രിയപ്പെട്ട കാക്കാപ്പുള്ളിക്ക് അപ്പോൾ കുറച്ചുകൂടി ആകർഷമുള്ളതായി തോന്നി അവന്. കണ്ണൻ ആ മറുകിൽ ചെറുതായൊന്ന് തഴുകിയപ്പോഴേക്കും വേണി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ഏത് ഞരമ്പിലാണോ ആ മറുകുള്ളത്, ആ ഞരമ്പ് അപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞു. അവിടേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് കണ്ണൻ ആ മറുകിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ഒപ്പം അവൻ്റെ പല്ലുകളും. വേണിയുടെ കൈ ഒരാശ്രയത്തിനെന്നോണം അവൻ്റെ പിന്തലയിലെ മുടിയിലേക്ക് കൊരുത്തു പിടിച്ചു. അവൾ അങ്ങനെ പിടിച്ചപ്പോൾ അവൻ കുറച്ചുകൂടെ അവളിലേക്ക് ആഴ്ന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞു.
അവൻ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ഭിത്തിയിലേക്ക് ചാരി കണ്ണുമടച്ചാണ് നിൽപ്പ്. മുടിയിൽ കൈ ഇപ്പോഴും കൊരുത്ത് പിടിച്ചിരിക്കുന്നു. അവൻ മുഖം മാറ്റിയതറിഞ്ഞ് അവൾ കണ്ണുകൾ തുറന്നു. അവൻ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്. നോക്കാൻ വെപ്രാളം തോന്നിയിട്ടും അവൾ നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ. അവൻ്റെ കണ്ണുകളുടെ നോട്ടം തൻ്റെ ഇടനെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. ഒപ്പം തന്നെ അവളുടെ നോട്ടം അവളിലേക്ക് വീണ്ടും അടുപ്പിക്കുന്നതായി തോന്നി അവന്. അവൻ കുറച്ചുകൂടെ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. കൈകൾ മുറുകിയതും അവൾ നിന്നിടത്ത് നിന്നും ഒന്ന് പൊങ്ങിപ്പോയി. അവൻ ഒരു കൈ ഇടുപ്പിൽ തന്നെ പിടിച്ച് മറുകൈയിലെ വിരൽ കൊണ്ട് അവളുടെ മേൽ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന വിയർപ്പ് അമർത്തി തുടച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും പിടയ്ക്കാൻ തുടങ്ങി. അത് അവനെ കൂടുതൽ അവളിലേക്ക് ആകർഷിച്ചു. കൈയുടെ പെരുവിരൽ കൊണ്ട് അവൻ അവളുടെ കീഴ്ചുണ്ടു തടവിയപ്പോൾ അവൾ അവൻ്റെ പുറത്തേക്ക് അള്ളിപ്പിടിച്ചു. എടുത്തോട്ടെ ഞാൻ? അവൻ അവളുടെ ചുണ്ടിനെ തഴുകിക്കൊണ്ട് ചോദിച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഈ വിറയ്ക്കുന്ന ആദരങ്ങൾ ഞാൻ കവർന്നെടുത്തോട്ടെ എന്ന്. അവളിലേക്ക് കുറച്ചുകൂടെ ചേർന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവളിൽ നിന്നും മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ അവൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റിയിരുന്നില്ല. അവൻ അവളുടെ പിൻകഴുത്തിലേക്ക് പിടിച്ച് അവളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ അതിരം നുകർന്നു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. വേണി എന്ന ലഹരി കണ്ണൻ്റെ സിരകളിലേക്ക് പടർന്നു. അതവൻ്റെ ആവേശത്തെ കൂട്ടി. ഒരുപാട് നാളായി കൊതിച്ചിരുന്ന അവളുടെ ചുണ്ടുകളുടെ തേൻ അവൻ ആവോളം നുകർന്നു. അവൻ്റെ ചുംബന ലഹരിയിൽ അവളും ലയിച്ചു നിന്നുപോയി. വിചാരങ്ങൾക്കുമപ്പുറം വികാരം മുന്നിട്ട് നിന്നു. അവൻ്റെ പല്ലുകൾ തൻ്റെ ചുണ്ടിൽ തട്ടിപ്പോകുന്നതറിഞ്ഞിട്ടും അവൾ പിന്മാറിയില്ല. അവനെ കുറച്ചുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒടുവിൽ വേണിക്ക് ശ്വാസം കിട്ടുന്നില്ലെന്ന് തോന്നിയപ്പോൾ കണ്ണൻ പതിയെ അവളെ വിട്ടു. രണ്ടാളും നിന്ന് കിതച്ചു. അവിടെയെങ്ങും അവരുടെ ശ്വാസനിശ്വാസങ്ങളും കിതപ്പും വേണിയുടെ കാലിലെ ചിലങ്കയുടെ ശബ്ദവും മാത്രം പ്രതിധ്വനിച്ചു. വേണി കണ്ണൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. അവളുടെ ചുടുനിശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് കണ്ണൻ്റെ റൂമിൻ്റെ ഡോറിൽ ആരോ തട്ടിയത്. അത് കേട്ട് രണ്ടാളും പെട്ടെന്ന് വിട്ടു നിന്നു. കണ്ണേട്ടാ, ഫുഡ് കഴിക്കാൻ വായോ? വേണി ചേച്ചി അവിടെ ഉണ്ടോ? താഴെയെങ്ങും വേണിയെ കാണാഞ്ഞതുകൊണ്ട് അച്ചു കണ്ണനോട് വാതിലിൻ്റെ പുറത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു. കൃഷ്ണ ഇവിടെ ഉണ്ട് അച്ചു, ഡാൻസ് പ്രാക്ടീസാണ് മോളെ, മോൾക്ക് താഴെ പൊക്കോ, ഞങ്ങൾ വരുവാ, കണ്ണൻ വിളിച്ചു പറഞ്ഞു. ഓ ഓക്കെ, അത് പറഞ്ഞച്ചു താഴേക്ക് പോയി. ഇനി ഇവിടെ നിൽക്കേണ്ട കണ്ണേട്ടാ, നമുക്ക് പോകാം. അത് പറഞ്ഞ് മുന്നിലേക്ക് പോയ വേണിയെ അവൻ പിന്നിൽ നിന്നും തന്നിലേക്ക് അടുപ്പിച്ചു. വീണ്ടും ചുണ്ടിൽ മൃദുവായൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു ഫോർ യുവർ ഡ്രഗ്. വേണി എന്താണെന്ന രീതിയിൽ സംശയത്തോടെ അവനെ നോക്കി. അത് കണ്ടവൻ ചിരിച്ചു. എന്നിട്ട് അവളുടെ ചുണ്ടിൽ വിരൽ കൊണ്ട് തഴുകി പറഞ്ഞു, ഇതാണ് പെണ്ണെ എൻ്റെ ലഹരി. അതിന്ന് ആവോളം നീ എനിക്ക് തന്നു. അതിനാ താങ്ക്സ് പറഞ്ഞത്. അവൻ പറഞ്ഞത് കേട്ട് നാണത്താൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടിൽ. അതേ ചിരിയോടെ തിരിഞ്ഞു നിന്ന് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ റൂം തുറന്ന് താഴേക്കോടി. കണ്ണൻ അതേ നിൽപ്പ് തന്നെ നിന്നു, മനസ്സ് നിറഞ്ഞൊരു ചിരിയുമായി. ദിവസങ്ങൾ കടന്നുപോയി. നന്ദനം ഗ്രൂപ്പ്സിന് വേണ്ടിയുള്ള വർക്കിൻ്റെ തിരക്കിലായിരുന്നു കണ്ണനും അവിടെയുള്ള ഓരോരുത്തരും. അതുപോലെ തന്നെ രഞ്ജുവും അവൻ്റേതായ രീതിയിൽ നന്ദനം ഗ്രൂപ്പിനെ ആകർഷിക്കാനുള്ള വർക്കിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഓരോ സമയവും കണ്ണനൊപ്പം തന്നെ വേണിയും ഉണ്ടായിരുന്നു. അത് അവനും ഒരു ആശ്വാസമായി. അച്ഛൻ്റെ ആഗ്രഹത്തിനാലാണെങ്കിലും അവൾ ഓഫീസിലേക്ക് തൻ്റെ PA ആയി വന്നത് തൻ്റെ ഭാഗ്യമായി കരുതി കണ്ണൻ. രാവിലെ അവൾക്കൊപ്പമുള്ള ഓഫീസിൽ പോക്കും, അവൾക്ക് ഓരോ വർക്ക് കൊടുക്കാനായി ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നതും, എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനായിരിക്കുമ്പോൾ അവൾ അറിയാതെ അവളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ മനസ്സിലുള്ള ടെൻഷനും വിഷമങ്ങളുമൊക്കെ താൻ പോലും അറിയാതെ വിട്ടുപോകുന്നതും, എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് തമ്മിൽ കള്ളനോട്ടങ്ങൾ കൈമാറുന്നതും, കണ്ണുകൾ ഇടയുന്നതും, അങ്ങനെ അങ്ങനെ വേണിയോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും തനിക്കേറെ പ്രിയപ്പെട്ടതാണ്. ജോലിയുടെ ഇടയിൽ വേണിയെ തന്നെ നോക്കിയിരുന്നു കൊണ്ടാണ് കണ്ണൻ ഇതെല്ലാം മനസ്സിൽ ആലോചിച്ചത്. ആ സമയത്ത് തന്നെയാണ് വേണിയും അവനെ നോക്കിയത്. കണ്ണൻ പെട്ടെന്നൊരു ചമ്മലോടെ മുഖം മാറ്റി വീണ്ടും ഫയലിലേക്ക് നോക്കി. അത് കൃത്യമായി തന്നെ കണ്ട വേണിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. അഞ്ജു എന്നും ഓഫീസിലെത്തും. പതിവ് പോലെ വേണിക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ക്യാബിനിലേക്ക് പോകും. ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെ എല്ലാം രശ്മിയോട് തുറന്നു പറഞ്ഞിരുന്ന വേണി അഞ്ജുവിൻ്റെ കാര്യവും അവൾക്ക് ഇപ്പോഴും കണ്ണലിന് ഓട്ടമുണ്ടെന്നും രശ്മി തുറന്നു പറഞ്ഞു.
അതുകൊണ്ട് തന്നെ അഞ്ജുവിൻ്റെ ഒന്നും മിണ്ടാതെയുള്ള പോക്കും വേണിയെ കാണുമ്പോഴുള്ള പുഞ്ചിരിയുമൊക്കെ രശ്മിയിൽ സംശയം ജനിപ്പിച്ചു. അത് അവൾ വേണിയോട് പറയുകയും ചെയ്തു. വേണി, അഞ്ജുവിനെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, സൂക്ഷിക്കണടാ അവളെ. അവൾ എന്തോ പ്ലാൻ മനസ്സിൽ കരുതുന്നുണ്ട്, അതുറപ്പാ. എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ അവൾ നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രകടനമാണ് അവൾ നിനക്ക് മുന്നിൽ നടത്തുന്നത്. അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്, രശ്മി വേണിയോട് പറഞ്ഞു. എനിക്കറിയാം രശ്മി, ഇതേ തോന്നലുകൾ സത്യം പറഞ്ഞ് എൻ്റെ ഉള്ളിലും തോന്നി. പക്ഷെ എനിക്ക് പേടിയില്ല. തെറ്റ് ചെയ്യാത്തിടത്തോളം ഞാൻ അവളെ എന്നല്ല ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ കുറുമ്പും വാശിയും ധൈര്യവുമൊക്കെ പണ്ടെപ്പോഴോ എന്നിൽ നിന്നും അകന്നിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ധൈര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാടാ. എന്ത് പ്രശ്നത്തിലും എനിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ എൻ്റെ കണ്ണേട്ടനുണ്ടെന്നുള്ള എൻ്റെ ധൈര്യം. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വേണി ടേബിളിലേക്ക് തലവെച്ചുകൊണ്ട് രശ്മിയെ നോക്കി കിടന്നു. വേണിയുടെ മനസ്സ് നിറഞ്ഞുള്ള ചിരി കണ്ടപ്പോൾ രശ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒരു അനിയത്തിയോട് തോന്നുന്ന അടുപ്പം വേണിയോട് തോന്നുന്നുണ്ട് തനിക്ക് എന്ന് രശ്മി ഓർത്തു. ഇതേ സമയം കണ്ണൻ ജോലി ചെയ്യുന്നത് നോക്കി അവന് മുൻപിൽ ചെയറിട്ടിരിക്കുവാണ് രാഹുൽ, താടിക്കും കൈ കൊടുത്തിട്ട്. എന്തുവാടേ, കുറച്ച് നേരമായല്ലോ ഇവിടെ വന്ന് ഇരിപ്പ് തുടങ്ങിയിട്ട്. നിനക്ക് പണിയൊന്നുമില്ലേ? അതോ എന്നോട് എന്തേലും പറയാനുണ്ടോ നിനക്ക്? ജോലി ഒതുക്കിക്കൊണ്ട് രാഹുലിൻ്റെ ഇരിപ്പ് നോക്കി കണ്ണൻ ചോദിച്ചു. ആടെ കോപ്പേ, എനിക്ക് പറയാനുണ്ട്. എന്തൊരു മൂരാച്ചിയാടാ നീ? രാഹുൽ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. മൂരാച്ചിയോ? ഞാനോ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? കണ്ണൻ മനസ്സിലാവാതെ ചോദിച്ചു. ഓ, നിനക്കറിയില്ലല്ലോ. നാളത്തെ ദിവസത്തിന് എന്താണോ പ്രത്യേകത? രാഹുൽ ഒരു പിരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. നാളെ എന്താടാ പ്രത്യേകത? 31 ഇനി നിന്റെ ബർത്ത്ഡേ വല്ലതും ആണോ? അല്ലല്ലോ. കണ്ണൻ മേലോട്ട് നോക്കി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഇങ്ങനൊരു ട്യൂബ് ലൈറ്റ്. നാളെ 31 ഹാലോവിൻ ഡേ. മുതലാളിക്ക് ആ ഓർമ്മ ഒന്നും ഇല്ലല്ലോ. രാഹുൽ അവനെ പുച്ഛിച്ചു. അയിന് ഹാലോവീൻ ഡേ ആയതിന് ഞാനെന്ത് ചെയ്യാനാ? കണ്ണൻ അവനെ തിരികെ പുച്ഛിച്ചു. അതിന് തലയും കുത്തി നിൽക്ക് നീ. മറ്റുള്ള മുതലാളിമാരെ കണ്ട് പഠിക്കണം നീ. നിന്നെ പോലെ വർക്ക് മാത്രം ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ബൂർഷ മൂരാച്ചികളല്ല അവരൊന്നും. ദേ കാണു നീ. രാഹുൽ ഫോൺ എടുത്ത് മറ്റുള്ള കമ്പനികളിൽ ഹാലോവിൻ ഡേ ആഘോഷിക്കാൻ ചെയ്യുന്ന ഒരുക്കങ്ങൾ കണ്ണനെ കാണിച്ചു കൊടുത്തു. കണ്ണൻ അതിലേക്കും രാഹുലിൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ വേണ്ടേ? എനിക്ക് പാർട്ടി വേണം, രാഹുൽ എളിച്ചുകൊണ്ട് പറഞ്ഞു. പാർട്ടിയോ? അതെ, പാർട്ടി. ഹാലോവിൻ പാർട്ടി. അതും നിന്റെ ചിലവിൽ തന്നെ വേണം, ഈ ഓഫീസിൽ വെച്ച്. എന്തുവാടേ, അതൊന്നും ശരിയാവില്ല. അതൊക്കെ ശരിയാകും. ഞാൻ എല്ലാവരോടും പറയാൻ പോവുക. അപ്പം നാളെ ആർക്കും ഓഫീസിൽ വർക്കില്ല, ലീവാണ്. പാർട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കാം. സന്ധ്യയ്ക്ക് 7 മണിക്ക് മുതൽ ഓഫീസിൽ വെച്ച് നമ്മൾ ഹാലോവിൻ ഡേ ആഘോഷിക്കുന്നു. അതും പറഞ്ഞ് കണ്ണൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ രാഹുൽ ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി. എടാ വേണ്ട, കണ്ണൻ പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇവൻ്റെ ഒരു കാര്യം. കണ്ണൻ ചിരിച്ചുകൊണ്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റ് രാഹുലിൻ്റെ പുറകെ പോയി. രാഹുൽ അപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു സ്റ്റാഫ്സ് എല്ലാവരും. രാഹുലിൻ്റെ പുറകെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ണനെ അവരെല്ലാവരും ആദരവോടെ നോക്കി. വേറൊന്നും കൊണ്ടല്ല, ആദ്യമായിട്ടാണ് കണ്ണൻ അവർക്ക് ഇങ്ങനെ ഒരു പാർട്ടിയും ലീവും ഒക്കെ കൊടുക്കുന്നത്. നന്ദിയുണ്ട് മുതലാളി, നന്ദിയുണ്ട്. എല്ലാവരും കണ്ണനെ നോക്കി മനസ്സിൽ സ്മരിച്ചു. അന്ന് വൈകുന്നേരം എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവരുടെ വീടുകളിലേക്ക് തിരിച്ചത്. വേണിയും നല്ല സന്തോഷത്തിലായിരുന്നു. ആദ്യമായി ഇങ്ങനെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ആവേശം അവൾക്കുണ്ടായിരുന്നു. കണ്ണേട്ട, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഹാലോവിൻ ഡേ പാർട്ടിയെ പറ്റിയൊക്കെ. കാറിൽ ഇരുന്നുകൊണ്ട് വേണി പറഞ്ഞു. ആടാ, ഞാനും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഒരു തവണ കോളേജിൽ വെച്ച് ഫൈനലിൽ ഞാനും രാഹുലും ഒക്കെ കൂടെ ആഘോഷിച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടാവും കൃഷ്ണ. അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു. പുറത്തൊക്കെ ഈ ദിവസം കുട്ടികളെ ഓരോ രൂപത്തിൽ ഒരുക്കും, വലിയവരും ഒരുങ്ങും. എന്നിട്ട് അയൽപക്കത്തുള്ള വീടുകളിലും കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ വീടുകളിലുമൊക്കെ പോകും. എല്ലാ വീടിൻ്റെയും മുൻപിൽ രാവിലെ തന്നെ അസ്ഥികൂടങ്ങളൊക്കെ തൂക്കിയിടാറുണ്ട്. പാർട്ടിയൊക്കെ വൈകുന്നേരമാണ് നടക്കുന്നത്. ഒരു മത്തങ്ങ എടുത്ത് അതൊരു ആകൃതിയിൽ മുറിച്ചു വെക്കും. എന്നിട്ട് അതിനുള്ളിൽ ലൈറ്റ് വെച്ച് ലാൻഡ് റോവർ പോലെ സെറ്റ് ചെയ്ത് രാത്രിയൊക്കെ ആകുമ്പോൾ മുറ്റത്ത് വയ്ക്കുന്നത് പതിവുണ്ട്. പിന്നെ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് ചെല്ലും.
അവിടെയുള്ള ആൾ വാതിൽ തുറന്ന് കഴിയുമ്പോൾ നമ്മൾ ട്രിക്ക് ഓർ ട്രീറ്റിംഗ് എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഒന്നെങ്കിൽ ക്യാൻഡിൽ തരണം, അല്ലെങ്കിൽ നമ്മൾ അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഇതൊക്കെ നമുക്കും ബാധകമാണ്. നമ്മൾ ചോദിക്കുന്നത് പോലെ അവർ തിരിച്ച് നമ്മളോടും ചോദിക്കും. സോ നമ്മൾ ഒന്നെങ്കിൽ ക്യാൻഡി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണി നേരെ തിരിഞ്ഞ് നമുക്കും കിട്ടും. കണ്ണൻ പറഞ്ഞു. കൊള്ളാലോ കണ്ണേട്ടാ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നേ. വേണി കൗതുകത്തോടെ എല്ലാം കേട്ടിട്ട് പറഞ്ഞു. അവർ പിന്നെയും സംസാരിച്ചിരുന്നു. വീട്ടിലെത്തി വേണി ഫ്രഷായി ഇറങ്ങിയപ്പോൾ തന്നെ അവൾക്ക് രശ്മിയുടെ കോള് വന്നു. ഹലോ രശ്മി, ഡാ നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാ? ഏകദേശം ഒരു ഐഡിയ കണ്ണേട്ടൻ പറഞ്ഞു തന്നുടാ. സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കണ്ടേ? അതിനെക്കുറിച്ചൊക്കെ എനിക്കും അറിയാടാ. ഞാൻ നമ്മുടെ ഈ കമ്പനിയിൽ വരുന്നതിന് മുൻപേ 1 വർഷം മറ്റൊരു ഓഫീസിൽ വർക്ക് ചെയ്തതാ. അവിടെ വെച്ച് ഞാനിതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ആണോ? ആടാ. അപ്പം ഞാനൊരു ഐഡിയ പറയട്ടെ. നാളെ രാവിലെ നീ ഇങ്ങ് പോര് എൻ്റെ വീട്ടിലേക്ക്. നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാം. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് ചെയ്യാം. അത് നല്ല ഐഡിയ ആണല്ലോ. അപ്പം ഞാൻ കണ്ണേട്ടനോട് പറയാടാ, നാളെ വരാം. ഓക്കെ? ഓക്കെ, വിവരം അറിയിക്കണേ. അവൾ മുടി നന്നായി തുവർത്തി കുളിർപ്പിന്നൽ കെട്ടി പുറത്തേക്കിറങ്ങി. താഴേക്ക് വന്ന അമ്മയ്ക്കൊപ്പം ചായ എടുത്ത് ഹാളിലേക്ക് വന്ന്. അച്ഛനും അച്ഛവും എത്തിയിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശി 2 ദിവസം കഴിഞ്ഞാലേ വരൂ എന്ന് അറിയിച്ചിരുന്നു. അമ്മയും വേണിയും കണ്ണനും കൂടിയിരുന്ന് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ രശ്മി വിളിച്ച കാര്യം അവൾ കണ്ണനോട് പറഞ്ഞു.